ആ അവൻ എവിടെ കൊണ്ട് കുത്തിയതാ ഇത് മറ്റേ ഞാൻ പറഞ്ഞ പോലെ നടന്നു മറ്റേ സിനിമയില്ലേ നമ്മള് പറഞ്ഞില്ലേ എന്തായിരുന്നു സിനിമയുടെ പേര് കൊച്ചി രാജാവിന്റെ പറ്റില്ല ആള് പോയി ലോറിന്ന് കൊണ്ടിരുന്നു മോനെ പോലെ ഇറങ്ങിയ താഴോട്ട് ഓൺ ദ സ്പോട്ട് കഞ്ഞി ഇറങ്ങിയില്ല തലവേദന ഇല്ല മനസ്സിലായ അല്ലെങ്കിൽ വെഹിക്കിൾസിന്റെ ടയറും കാര്യങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ട്. ഓടിച്ചിട്ട് തല്ലേ പിള്ളേരെ. ഓക്കെ ഒറ്റൊരു വണ്ടീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ടി വി കളിക്കുന്നു. ഒറ്റൊരു വെഹിക്കിളിനെ ടാർഗറ്റ് ചെയ്യുന്നു. ടി വി ആ ഒരു വെഹിക്കിളിനാണെങ്കിൽ ഫ്രണ്ടിത്തെ ഒരു ടയറും ബാക്കിത്തെ ഒരു ടയറും ഇല്ല. ആ ഒരു വെഹിക്കിളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ കറന്റ് ടി വി കളിക്കുന്നത്. ഓക്കെ ആ വെഹിക്കിൾ മാറിയിരിക്കുന്നു. ആ ഒരു വണ്ടി മറിഞ്ഞു. ഓക്കെ ഒരു വണ്ടി മറിഞ്ഞു. ഇവിടെ നല്ലൊരു അഗ്രസീവ്നെസ് ആണ് ടിവിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MX-13 ഒട്ടും തന്നെ മോശമല്ല. നല്ലൊരു ഓക്കെ MX-13 വെഹിക്കിൾ ഡാമേജ് ഒന്നും കാര്യമാക്കാതെ അവർ നേരെ പുഷ് ചെയ്ത് തീർന്നു. MX-13 പുഷ് ചെയ്ത് തീർന്നു. നിന്റെ കമന്ററി ഉണ്ടോ? എന്നാ പിന്നെ ഉറപ്പ് എങ്കിൽ അത് തന്നെ കാണാൻ പറ്റൂ. ഫേസ് ക്യാം ഇല്ലാതെ എന്റെ കമന്ററി ബെസ്റ്റ്. ഫേസ് ക്യാം വേണം പക്ഷെ പക്കുകൊണ്ട് ഫേസ് ക്യാം ഉണ്ടല്ലോ കമന്ററി എന്റെ അല്ലേ. നിങ്ങൾ ആ വെള്ളത്തിൽ നിങ്ങൾ അടിക്കുന്ന അടിയൊക്കെ എങ്ങനെ പറഞ്ഞേക്കുന്നത് നോക്ക്. നിങ്ങൾ കമന്ററി കണ്ടോ കൊച്ചന്റെ ശ്രദ്ധിച്ചു നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി നീ ആയിരിക്കും മിനി മെയിൻ. നിങ്ങൾ വെള്ളത്തിലടിക്കുന്ന അടി കണ്ടു നോക്കണ്ടേ. പോവുകയാണെങ്കിൽ ആക്ച്വലി പ്ലേയേഴ്സിന് ഇവിടെ എവിടെ വെച്ചാ മെയിൻ ആയിട്ട് തുടങ്ങുന്നത്? കിടിലുമായിട്ട് കമന്ററി തുടങ്ങുന്നത് എവിടുന്ന? കടയടി സ്റ്റാലിൽ അടിക്കുന്നോട്ട് കടയാടി അവിടെ ഓക്കെ കടയാടി രക്ഷപ്പെടുന്ന കാഴ്ച. ഇവരെ കൊറേ ഇടിച്ച ചത്തനവൻ കാഴ്ച. സോറി സ്റ്റാലിൻ കടയാടി സ്റ്റാലിൻ ഹീൽ ചെയ്യുന്ന കാഴ്ച വളരെ സെൻസിബിൾ. കടയാടി സ്റ്റാലിന്റെ സൈഡിൽ നിന്ന് വളരെ സെൻസിബിൾ പ്ലേ. കാരണം കടയാടി സ്റ്റാലിൻ ഒറ്റക്കാണ്. അതുകൊണ്ട് ബാക്ക് ഓഫ് ചെയ്ത് കടയാടി സ്റ്റാലിൻ ഹീൽ ചെയ്തു. പിടിച്ചു കടയാടി സ്റ്റാലിൻ. കടയാടി സ്റ്റാലിൻ ദ റിയൽ പ്ലെയർ കടയാടി സ്റ്റാലിൻ. പക്ഷെ കടയാടി സ്റ്റാലിനെ കടയാടി സ്റ്റാലിൻ കാഴ്ച. കടയാടി സ്റ്റാലിൻ ചത്ത് കിടന്ന് ബായി ഒക്കെ പറയുന്നുണ്ട് കടയാടി സ്റ്റാലിൻ. ഓക്കെ കടയാടി കടയാടി സ്റ്റാലിനെ മലച്ചിട്ട് അടിക്കുന്ന ഒരു കാഴ്ച കടയാടി സ്റ്റാലിൻ പറഞ്ഞു. അങ്ങനെ ബെസ്റ്റ് പ്ലെയർ MS-13 23, MS-13 23, TV 22 എന്ന ഒരു കാഴ്ചയാണ്. TV ഓൾറെഡി 22 പേര് മാത്രമായിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ നോക്കുവാണെങ്കിൽ MS-13 സൈഡിൽ നിന്ന് MS-13 ആക്ച്വലി ബാക്ക് ഓഫ് ചെയ്താണ് കളിച്ചുകൊണ്ടിരുന്നത്. TV 22 പേരായിട്ട് വളരെ അഗ്രസീവായി കളിക്കുന്ന ഒരു കാഴ്ച. വിജയന്റെ കൂട്ടുണ്ടെന്ന് കമന്ററി ഇവിടെ നോക്കുകയാണെങ്കിൽ ഷൈജു ഇല്ല. ഇവിടെ നമ്മുടെ മധുബാലിലെ ബാലിനില്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കത് ബാലുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ കമന്ററി പറയുന്നത്. നീലന്റെ ലൈവ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട്സ് നമുക്ക് ക്യാമറ നീലന്റെ ലൈവിലോട്ട് പോവാം. നീലൻ ഇപ്പോഴും ഇവരിങ്ങനെ ചത്തേന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ. നീല വണ്ടി ചെക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അവ സാവേജ് എന്ത് ചെയ്യുന്നു ഇവിടെ? സാവേജ് എന്ത് ചെയ്യുന്നു? സാവേജ് ഫുഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്നൈപ്പ് കത്തിപ്പോയൊരു കാഴ്ച. സ്നൈപ്പിന്റെ മരട് ഭാഗത്ത് കറണ്ട് പോയെന്ന് തോന്നുന്നു. മരട് ഭാഗത്ത് കറണ്ട് പോകാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് മരട് എന്ന് പറയുകയാണെങ്കിൽ വളരെ വെള്ളം നിറഞ്ഞ സ്ഥലമായിരുന്നു. മരട് എന്തൊക്കെയാണ് നീ പറയുന്നത്? പണ്ട് വെള്ളം നിറഞ്ഞ സ്ഥലമായിരുന്നു. ഭയങ്കര അഡ്വൈസ് വന്ന ഒരു സ്ഥലമായിട്ടും മരടിൽ എങ്ങനെ കറണ്ട് പോകുന്നതാണ്. കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മരടാണ്. മരടിൽ എങ്ങനെ കറണ്ട് പോയതാണ് ഞാൻ ആലോചിക്കുന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ മെട്രോ സിറ്റി തന്നെയാണ് കൊച്ചി. കൊച്ചിയിൽ എങ്ങനെ കറണ്ട് പോയി? അതായത് വണ്ടി ഇടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ 19 പേരാണ് TVക്ക് ഇപ്പോൾ ഉള്ളത്. അല്ല ഞാൻ പറഞ്ഞു TV സൈഡിൽ നിന്ന് ആരും ഡൗൺ ആയിട്ടില്ല. 20 പേരായിരിക്കും. ടിവിയുടെ സൈഡിൽ 20 പേരാണ് ഉള്ളത്. ബാക്കി 2 പേര് കത്തിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പക്കുകോട്
നമ്മുടെ ഒരാളും കൂടെ പക്കുകൂടെ തല ചൊറിഞ്ഞ് ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നു. അടിയൊന്നും ഇല്ലാത്ത സമയം കൊണ്ട് നോക്കി പക്കുകോട് തല ചൊറിഞ്ഞ് ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വില്ലുമൻ കത്തി എന്ന് പറയുന്നുണ്ട് സാവേജിന് സ്നൈപ്പിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ നോക്കണമെങ്കിൽ. റംഷീദ് ബ്രോ വെൽക്കം. സാവേജിന് വേണ്ടി കട്ട് ആരുമില്ല. ഹരീത ബീസ്റ്റ് ഹീൽ ചെയ്യുന്നൊരു കാഴ്ച, വെള്ളം കുടിക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ജർമ്മൻ കണ്ണാപ്പി എന്ത് ചെയ്യുന്നെന്ന് അറിയാനാണ് ഞാൻ. കണ്ണാപ്പി ഇവിടെ ഉണ്ട്. അവിടെ ഫുൾ സ്ക്രീൻ ആയിട്ട് ടാബ് സ്വിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ? അതിന്റെ കീ എന്തെങ്കിലും ഉണ്ടോ? അലക്സിന്റെ പി ഒ വി ഇടാൻ പറയുന്നുണ്ട് കുറെ പേര്. അലക്സിന്റെ പി ഒ വി കൂടെ നമുക്ക് എടുത്തു വെക്കാം. ഇവിടെ ലോഡ് ചെയ്യുകയാണെങ്കിൽ അലക്സിന്റെ പി ഒ വി വരട്ടെ. ആക്ച്വലി നമ്മൾ ടെക്നിക്കൽ സൈഡിൽ നിന്ന് കുറച്ച് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് അലക്സിന്റെ പി ഒ വി കൂടെ ലോഡ് ചെയ്ത് വെക്കാനുള്ള ഒരു. അലക്സിന്റെ പി ഒ വി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൺട്രോൾ ടാബോ കണ്ടുപിടിച്ചേട്ടാ ഞാനത്. കൺട്രോൾ ടാബ് സൂപ്പർടാ. താങ്ക് യു. ഇതെന്റെ അയ്യോന്റെ അമ്മ, ഇതെന്റെ പി ഒ വി അല്ലേ ഇത്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു. ജർമ്മൻ കണ്ണാപ്പി അലക്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിൻ ലെവലിലോട്ട് പോവാം ഗൈസ്. ഡീമൻ റോക്കി ഉത്തർ റോക്കിയുടെ ഒരു പിൻഗാമിയായി ഡീമൻ യാക്കുസ മലയിൽ വീണ് ചത്തിരിക്കുന്നു. ഒറ്റൊരു വെഹിക്കിളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ടി വി കളിക്കുന്ന ഒരു അഗ്രസീവ് ആക്ച്വലി ടി വിക്ക് 22 പേരാണല്ലോ അതില്. ഡീമൻ ടോട്ടൽ 20 പേരാണ് ടി വിക്ക് ഇപ്പോൾ ഉള്ളത്. നോക്കുവാണെങ്കിൽ MS-13 റിപ്പയർ ചെയ്യാൻ മറന്നുപോയാണോ എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കും. 4 ടയർ പോയിട്ട് ഇവര് എന്ത് ചെയ്യായിരുന്നു ഇവിടെ? കക്ക് കളിക്കാൻ പോയവര്. വണ്ടി റിപ്പയർ ചെയ്യാണ്ട് ഇപ്പോഴും ഓടിക്കുന്ന ഒരു കാഴ്ചയാണ്. ആക്ച്വലി വണ്ടി ടയർ ഇല്ലാണ്ടാണ് തോന്നുന്നു കുറച്ചും കൂടെ റിപ്പയർ ചെയ്യാത്തെന്ന് തോന്നുന്നു കേട്ടോ. MS-13 ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാഴ്ച. ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം. ഫുള്ളായി ബ്ലോക്ക് ചെയ്യുന്നു. MS-13 കൊടുക്കുന്ന കാഴ്ച ഇല്ല. MS-13 പറ്റുന്നില്ല. വെള്ളത്തിലിട്ടിരുന്ന കാഴ്ച. MS-13 വെള്ളത്തിൽ പേടിക്കുന്നു. ഇതാ അമ്മപ്പുഴയുടെ പൈതലായി നാടിൽ മുഴുവൻ സ്വന്തമായി ജീവനെ വളരുന്നീന്ന് പറഞ്ഞത് MS-13 ബെന്നി ജോൺസൺ സുകുമാൻ. ഇവിടെ സുകുമാൻ നീന്തി പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുകുമാൻ സ്നൈപ്പിന് ഗ്യാഗ് ശേഷം എടുത്തോട്ടെ. സുകുമാൻ ഡൗൺ ആയിരിക്കുന്നു. ബെന്നി ജോൺസൺ ഡൗൺ ആയിരിക്കുന്നു. കല്ല് മാത്രം ഡൗൺ ആയിരിക്കുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ MS-13 5 പേരെ നഷ്ടപ്പെടുന്ന കാഴ്ച. 20 വേഴ്സസ് 21 ആവുന്ന കാഴ്ച. 22 പേരെ വെച്ച് ഇറങ്ങിയ ടി വി പ്യുവർ അഗ്രഷൻ ആണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. 3 പേര് കുറവായിട്ടും ബാക്ക് ഓഫ് ചെയ്യാതെ ഒരു ആംഗിൾ കുത്തിയടിക്കാതെ പ്യുവർ അഗ്രഷൻ. ഒരു വണ്ടിയെ ടാർഗറ്റ് ചെയ്ത് ആ വണ്ടി മാത്രം എടുത്തോണ്ടിരിക്കുന്നു. MS-13 ബാക്കി വണ്ടിയൊക്കെ എവിടെ? ഇതാണ് എന്റെ ചോദ്യം. ഇവര് വേൾഡ് കപ്പ് കളി കാണാൻ പോയെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി MS-13 ഒരു വണ്ടിയെയും കാണുന്നില്ല. ചങ്കേ ഇവിടെ ആരും കാണാത്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കളിച്ചോണ്ടിരിക്കുന്നത്. ഓരോ വണ്ടിയും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വണ്ടിയെ അടുത്ത വണ്ടിയെ കണ്ടുപിടിക്കുന്നു. മന്ദു ഷൈജുവിന് അവസരം കൊടുക്കുന്നു. ഷൈജു ഇല്ല ഇവിടെ, ആരും ഇല്ല. വീസിൽ ആരും ഒറ്റക്ക. കാരണം ഉള്ളവര് മൊത്തം വാറ കളിക്കാൻ കയറി. മനസ്സിലായോ? ഞാനാണെങ്കിൽ ആൾക്കാർക്ക് വേണം സ്ലോട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്തപ്പോ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. ഞാൻ എന്തിനു ചെയ്യാൻ? എന്നെ തിരിച്ചടിയാണെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിയണം. പക്ഷെ അവന് കുറച്ചു നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ സ്ലോട്ടിൽ തന്നെ ഇരുന്നേനെ. എന്തൊരു പറയാൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ ടിജിയുടെ ടിപ്പിക്കൽ പൊസിഷൻ. ടിജിയും കുറച്ച് ഗാങ്സ് കളിക്കുന്ന ടിപ്പിക്കൽ പൊസിഷനെ റിപ്പയർ കുത്തിരിക്കുകയാണ്. MS-13 കട്ട വെയിറ്റിംഗാണ്. MS-13 ഡൂഡ് ഊറും ബ്ലഡ് 10,000 MS-13 ഡൂഡ് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ MS-13 അടിച്ചോണ്ടിരിക്കുന്നു. സ്പാം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. MS-13 B-13 MS-13 കൊല്ലുന്നുണ്ട്. അതായത്
കൊന്നില്ലേ അവര് അതിനിടെ? കൊന്ന് നല്ലൊരു ഫയറിംഗ് റിപ്പയർ ഏരിയ. ഇവിടെ നോക്കുവാണെങ്കിൽ പുള്ളി കവർ ചെയ്യുന്നൊരു കാഴ്ചയാണ്. അതെങ്ങനെയാണ് B13 ആള് കൊന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പുറത്തുള്ള വേറെ കളിക്കാത്ത ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ MS-13 തിരിച്ച് പൊസിഷൻ റീഗെയിൻ ചെയ്ത് ആ പൊസിഷൻ എനിക്ക് തോന്നുന്നു ആ പൊസിഷൻ ആങ്കർ ചെയ്യാനുള്ള ഒരു ഇതാന്ന് തോന്നുന്നു MS-13 സൈഡിൽ നിന്ന്. ആക്ച്വലി TV നാല് സൈഡും കവർ ചെയ്ത് പുഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. B13 ഒരു ക്യാമിയോ റോളാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. MS-13 അഭിരാമി ഇതേത് കുട്ടി ഈ കുട്ടിനെ കണ്ടിട്ടല്ലേ? MS-13 അഭിരാമി ഇവിടെ കണ്ണെടുത്ത് ഓടുന്ന കാഴ്ച. അഭിരാമി ക്യൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ TV മൊത്തം കമ്മിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച. TV മൊത്തം കമ്മിറ്റ് ചെയ്യുന്ന ജോസഫ് എടുക്കുന്നു. MS-13 എടുക്കുന്നു. ജർമ്മൻ കണ്ണാപ്പി MS-13 എടുക്കുന്നു. ഏബൽ ജോസഫ് കൊയോജോൻ എടുക്കുന്നു. സാവേജ് MS-13 തീപ്പൊടി അങ്ങനെ എടുക്കുന്നു. റിച്ച് ആണ് MS-13 TV അപ്പക്കുട്ടി എടുക്കുന്നു. ഇവിടെ നോക്കാം TV അലക്സ് ക്രേസിയാൻ എടുക്കുന്നു. ഏബൽ ജോസഫ് പിക്ക്. ഏബൽ ജോസഫിന്റെ എരിക്കിടലം പിക്ക്. ബോബോയിനെ എടുക്കുന്നു. MS-13 ബീസ്റ്റ്. മോബി എടുക്കുന്നു ഒരു പിക്ക്. വാഗ് എടുക്കുന്നു. നീലിനെ എടുക്കുന്നു. സ്നൈപ്പ് MS-13 അമർനാഥിനെ എടുക്കുന്നു. പിന്നെ നോക്കണേ മോബി അടുത്ത പിക്ക്. MS-13 ഒരു പിക്ക്. ജർമ്മൻ കണ്ണാപ്പി അനദർ പിക്ക്. നിങ്ങളിത് കാണുക. ജർമ്മൻ കണ്ണാപ്പി 2 പിക്ക് എടുത്തിരിക്കുന്നു. സമയം ലോങ് ടൈം വാറിലിറങ്ങി പിക്കെടുക്കുന്ന ഒരു കാഴ്ച. സാവേജ് പിക്കെടുക്കുന്നു. ഡെസ്ട്രോയർ പിക്കെടുക്കുന്നു. വില്ലു PRF എടുക്കുന്നു. അയ്യോ വില്ലു PRF നമ്മളെ ഊരും ബ്ലഡ് 10,000 ഡ്യൂഡിന് അടിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ MS-13 ഫുള്ളി സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ജർമ്മൻ കണ്ണാപ്പി 2 പിക്ക് എടുക്കുന്നു. ജർമ്മൻ കണ്ണാപ്പി അടയാളപ്പെടുത്തുക കാലമേ. ജർമ്മൻ കണ്ണാപ്പി 2 പിക്ക് എടുക്കുന്നു. അങ്ങനെ നോക്കണേ വാറ്റ് ഗോകും. ശ്വാസം മുട്ടി ചാവൂലേ നീ ഇത്?